ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ കുറച്ചാൾക്കാർക്കെങ്കിലും റെയറായിട്ട് കാണുന്നൊരു വീഡിയോ ആയിരിക്കും. വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും റാമ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടാവും. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് സ്റ്റെപ്സ് വഴിയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ ഒരു റാമ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പല രീതിയിൽ വീൽ ചെയർ റാംപ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പോർട്ടബിൾ റാമ്പായും അല്ലെങ്കിൽ സ്റ്റെപ്സിന് കോൺക്രീറ്റ് ചെയ്തും അതല്ലാണ്ട് ബസ്സിൻ്റെ ബോർഡ് ഉണ്ടാവില്ലേ, അതായത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന സ്ഥലം ബസ്സിൻ്റെ ബോർഡ്, അത് വെച്ചിട്ടും ഈ ഒരു വീൽ ചെയർ റാമ്പ് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റൽസിലെല്ലാം കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റാമ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ ചൂസ് ചെയ്തത് ഈ ഒരു പോർട്ടബിൾ റാമ്പാണ്. അതാവുമ്പം നമുക്ക് കാറിൻ്റെ ബാക്ക് സൈഡിൽ ഇത് വെച്ച് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഈ വീൽ ചെയറും ഈ ഒരു റാമ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്തത്. കാറിൻ്റെ ഡിക്കി കുറച്ച് സ്പേഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീൽ ചെയറും അതുപോലെ തന്നെ റാമ്പ് നമുക്കതിൽ ഫോൾഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്നതാണ്. സ്ലൈഡ് ചെയ്ത രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് വലിച്ചു കൊടുത്താൽ അതിൻ്റെ നീളം കൂടിക്കൂടി വരും. പിന്നെ ഒരു ബട്ടൺ ഉണ്ട്, അതിലത് ലോക്കായി നിൽക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് സ്റ്റെപ്പിൻ്റെ തുടക്കത്തിൽ ഇത് വരുന്നത്. അതിൻ്റെ താഴ്ഭാഗം ഇതിൻ്റെ താഴേക്കും. ആമസോണിൻ്റെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. 21,000 സംതിങ് ആണ് ആയത്. ഈ ഒരു റാമ്പിൻ്റെ മെഷർമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അളവിൽ ചെറിയ വേരിയേഷൻസ്, അതായത് ലെങ്ത്ത് കൂടിയ ടൈപ്പും ഉണ്ട്, അങ്ങനെ അതല്ലാണ്ട് വീതി കൂടിയ ടൈപ്പും ഉണ്ട്. ഈ ഒരു ഡബിൾ പീസ് അല്ലാണ്ട് സിംഗിൾ പീസായിട്ട് കിട്ടുന്നതുണ്ട്. അങ്ങനെ പല മോഡലും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മോഡൽ പറഞ്ഞ പോലെ കുറച്ച് നമുക്ക് ലൈറ്റാണ് കൊണ്ടുപോകാൻ. പിന്നെ ഇത് നമ്മളൊന്ന് വീൽ ചെയർ ഇറക്കുമ്പം സൂക്ഷിച്ച് നീറ്റായിട്ട് ഇറക്കിയാൽ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്